വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാകും. വിവിധങ്ങളായിട്ടുള്ള നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റാത്ത അത്ര തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒരു സ്ത്രീക്ക് ഉണ്ടാകാം. ഓരോ സ്ത്രീക്കും അവരുടെ ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും തേർഡ് പ്രഗ്നൻസിയും ഇങ്ങനെ ഏതൊക്കെ പ്രഗ്നൻസി സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടോ ഈ ഓരോ സമയത്തും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ജീവിത രീതിയിലും നമ്മുടെ ഭക്ഷണ രീതിയിലും വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് പലർക്കും തന്നെ സോകോൾഡ് ആയിട്ടുള്ള പല പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇപ്പോൾ കാണാനില്ലതാനും ഒരുപാട് വിവിഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വിവിധങ്ങളായിട്ടുള്ള വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള 4 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ കേൾക്കുമ്പോഴേക്കും എനിക്കിതില്ലല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ ആകുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ കേൾക്കണ്ട കേട്ടോ. കാരണം നിങ്ങളുടെ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യാൻ മാത്രമേ ഈ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. നമുക്ക് ഏതെല്ലാം ചേഞ്ചസ് നമ്മളുടെ ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ അങ്ങനെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കെയർ നമുക്ക് ശരീരത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഒരുപാട് പേര് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് വെച്ചിട്ടും ഇറഗുലർ പീരീഡ്സ് വെച്ചിട്ടും PCOD വെച്ചിട്ടും മുൻപോട്ട് പോകുന്നവരുണ്ട്. അവർക്കൊക്കെ പ്രഗ്നൻസി ആകുന്നതിന് മുൻപുണ്ടാകുന്ന ആ തരത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കും പീരീഡ്സ് ആകുന്ന സമയത്തും ഉണ്ടാകുന്നത്. എന്നാൽ ഇതിനെപ്പറ്റി അറിവില്ലാതെ പ്രഗ്നൻസിയുടേതാണോ പീരീഡ്സിന്റേതാണോ എന്ന് കൺഫ്യൂസ്ഡ് ആകുന്നവരും ചിലപ്പോൾ പ്രഗ്നൻസി ആയ ലക്ഷണങ്ങൾ കണ്ടിട്ട് പീരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ആ പ്രഗ്നൻസി നഷ്ടമായി പോയിട്ടുണ്ട് ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു അവയർനെസ് എന്നുള്ള രീതിക്കാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത് കേൾക്കുക, മൈൻഡിൽ നിന്ന് നിങ്ങൾ വിടുക, ശരീരം നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഡിസ്കംഫേർട്ട് ആയിട്ടുള്ള ഇച്ചിങ്ങിനെ പറ്റിയിട്ടാണ്. പ്രഗ്നൻസി ഒരു സ്ത്രീക്ക് ചൊറിച്ചിലുണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രഗ്നന്റ് ആകുമ്പോൾ ഓൾ ബോഡി അതായത് നമ്മളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും ചൊറിച്ചിലുണ്ടാകുന്നതും ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡി പാർട്സിൽ ചൊറിച്ചിലുണ്ടാകുന്നതും നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ നമുക്കിങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം ഹോർമോൺ ചേഞ്ചസ് ആണ്. പെട്ടെന്നൊരു ഹോർമോൺ ചേഞ്ച് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേക്കും അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് നമ്മുടെ ശരീരത്തിന് ടൈം എടുക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ചേഞ്ച് കൊണ്ട് അതായത് പ്രഗ്നന്റ് ആകുമ്പോൾ സ്ത്രീ ശരീരത്തിൽ കൂടുന്ന ഈസ്ട്രജൻ ഹോർമോൺ, പ്രൊജസ്ട്രോൺ ഹോർമോൺ, HCG ഹോർമോൺ ഇങ്ങനെയുള്ള ഹോർമോൺസിന്റെ ഒക്കെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ റീസൺ ആണ് ഹോർമോൺ ചേഞ്ച്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ബ്ലഡ് വോളിയം ഇൻക്രീസ് ആകുന്നതാണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു 30 to 40% വരെയും നോർമലിനെ അപേക്ഷിച്ച് ബ്ലഡ് സർക്കുലേഷൻ കൂടാറുണ്ട്. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ നറിഷ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനെയും ആ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിന് ഒന്ന് പ്രിപ്പയർ ആക്കുന്നതിന് വേണ്ടി നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടും ആ ബ്ലഡ് സർക്കുലേഷൻ കൂടാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടും നമുക്ക് ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് സ്കിന്ന് സ്ട്രെച്ച് ആവുന്നതാണ്. സ്കിന്ന് സ്ട്രെച്ച് ആകുക എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ ശരീരം പ്രഗ്നൻസി ആകുമ്പോഴേക്കും ഒന്ന് വലിയാനായിട്ട് തുടങ്ങും. ഏറ്റവും കൂടുതൽ ഈ വലിച്ചിൽ അനുഭവപ്പെടുന്നത് 2 ശരീരഭാഗങ്ങളിലാണ്. ഒന്നാമത്തേത് നമ്മുടെ വയറിന്റെ ഭാഗവും രണ്ടാമത്തേത് നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗവും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിന്ന് സ്ട്രെച്ച് ആവുന്നതും മൂന്നാമത്തെ ഒരു റീസൺ ആണ്. നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ശരീരം കുറെ കൂടി സെൻസിറ്റീവ് ആകും. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോപ്പ്, പെർഫ്യൂംസ്, ലോഷൻസ് ഇങ്ങനെയുള്ള മറ്റു പല വസ്തുക്കളും നമുക്ക് പറ്റാതെയായിട്ട് വരും. ഇങ്ങനെയുള്ള സോപ്പിന്റെയൊക്കെ അലർജി കൊണ്ടിട്ട് ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സ്കിന്നിൽ ഇച്ചിങ് ഉണ്ടാകാം, ചൊറിച്ചിലുണ്ടാകാം, റാഷസ് ഉണ്ടാകാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് റീസൺ എന്ന് പറയുന്നത്, അതായത് അതിന്റെ കാരണം. ഇനി ഏതെല്ലാം ഭാഗങ്ങളിലാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേത് നമ്മുടെ ബ്രസ്റ്റ് ആയിരിക്കും. പ്രഗ്നന്റ് ആകാനായിട്ട് നമ്മുടെ ആ ഒരു യൂട്രസ് പ്രിപ്പയർ ആവുന്നത് പോലെ തന്നെ ലാക്ടേഷന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രസ്റ്റും സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതൽ തന്നെ പ്രിപ്പയർ ആകും. ബ്രസ്റ്റിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ബ്രസ്റ്റ് വളർന്നു തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ബ്രസ്റ്റിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം. അതിന്റെ സ്കിന്ന് വലിഞ്ഞു മുറുകിയിട്ടായിരിക്കും, അതായത് വലിച്ചിലുണ്ടായിട്ടായിരിക്കും സ്കിന്ന് ഒന്ന് വലുതാവാനായിട്ട് തുടങ്ങുന്നത്, ബ്രസ്റ്റ് ഒന്ന് എൻലാർജ് ആകാനായിട്ട് തുടങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ട് ബ്രസ്റ്റിൽ നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാകും. അതുപോലെ തന്നെ വ്യത്യാസം ഉണ്ടാവുന്ന ബ്രസ്റ്റിലെ മറ്റൊരു ഭാഗമാണ് നിപ്പിൾ എന്ന് പറയുന്നത്. പ്രഗ്നന്റ് അല്ലാത്തൊരു സ്ത്രീയുടെ നിപ്പിളിന് വലിപ്പം കുറവായിരിക്കും. പക്ഷെ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് നിപ്പിളിന്റെ വലിപ്പം കൂടാനായിട്ട് തുടങ്ങും. കാരണം കുഞ്ഞിന് സക്ക് ചെയ്യണം, കുഞ്ഞിന് പാല് കുടിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ബ്രസ്റ്റിന്റെ വലിപ്പം ആ ഒരു നിപ്പിളിന്റെ വലിപ്പവും ഒപ്പം തന്നെ വളരാനായിട്ട് തുടങ്ങും. ഇങ്ങനെ വളർന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ബ്രസ്റ്റിലും അതുപോലെ തന്നെ നിപ്പിളിലും ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാം കേട്ടോ. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നുകിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നല്ലൊരു ബോഡി ലോഷൻ ഉപയോഗിച്ച് നിങ്ങൾ മസാജ് ചെയ്യുക.
കേട്ടോ. നിങ്ങൾ നിപ്പിള് മസാജ് ചെയ്യുന്ന സമയത്ത് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിപ്പിള് കയ്യിലെടുത്തിട്ട് ഒന്ന് ഫ്രണ്ടിലോട്ട് വലിച്ചു വിടുക. കളിച്ചങ്ങനെ വിട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഡെലിവറി കഴിയുന്ന സമയത്ത് നിപ്പിള് ഉള്ളിലോട്ട് പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് സക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അത് പുറത്തേക്ക് എടുക്കാനായിട്ട് നിങ്ങൾക്കും ഒരുപാട് വേദന അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ആണ് നിങ്ങൾക്കെങ്കിൽ ആ നിപ്പിള് വലിച്ച് പുറത്തേക്ക് വിടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമത്തെ ശരീരഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ലോവർ അബ്ഡമൻ ആണ്. വയറ് മുഴുവനായിട്ട് നിങ്ങൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ലോവർ അബ്ഡമൻ ഭാഗത്താണ്, നിങ്ങളുടെ അടിവയറിന്റെ ഭാഗത്താണ്. കാരണം ഏറ്റവും ആദ്യം വളരാനായിട്ട് തുടങ്ങുന്നത് നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷനാണ്. അടിവയറിന്റെ പോർഷൻ ആയിരിക്കും ആദ്യം വളരുന്നത്. ദെൻ അതിങ്ങനെ സൈസ് കൂടി കുഞ്ഞു വളരുന്ന അനുസരിച്ചിട്ട് മേപ്പോട്ടേക്കും വലിപ്പം വർദ്ധിച്ചു വരാറാണ് ചെയ്യാറ്. അപ്പോൾ ലോവർ അബ്ഡമൻ ഭാഗം സ്ട്രെച്ച് ആവുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം കേട്ടോ. ഓൾറെഡി വയറുള്ള ഒരാളാണെങ്കിൽ ആ ഒരു ചൊറിച്ചിൽ എളുപ്പത്തിൽ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഇല്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള ടമ്മി ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ ഒരു ബുദ്ധിമുട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും. സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയും നിങ്ങൾ ലോഷൻ ഉപയോഗിച്ച് മസാജ് ചെയ്യുക. അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ആണെങ്കിലും നിങ്ങൾ ഒലീവ് ഓയിൽ ആണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. മൂന്നാമത്തേന്ന് പറയുന്നത് ലെഗാണ്. നമ്മുടെ കാലിന്റെ മുട്ടിന് കീഴ്പോട്ടുള്ള ഭാഗത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ചൊറിച്ചിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. അല്ലാതെ അവിടെ ആ ഒരു ഭാഗത്ത് സ്ട്രെച്ചിങ് ഒന്നും നമുക്ക് സ്കിന്നിൽ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോഴേക്കും ആ ഒരു പോർഷനും നിങ്ങൾ നല്ലതുപോലെ എണ്ണയിട്ട് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് നിങ്ങൾ മാന്തി ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് റാഷസും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് വല്ലാത്തൊരു ഡിസ്കംഫർട്ടൊക്കെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കാതെ ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നാലാമത്തെ ശരീരഭാഗം നിങ്ങളുടെ വജൈനയാണ്. ബ്ലഡ് സർക്കുലേഷൻ വജൈനയിലോട്ടും പ്രഗ്നന്റ് ആകുന്ന സമയത്ത് തന്നെ ഇൻക്രീസ് ആകും. നമ്മളുടെ സെർവിക്സിലോട്ടും നമ്മുടെ വജൈനയിലോട്ടൊക്കെ ഇൻക്രീസ് ആകും. വജൈനയിലോട്ടൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് നമ്മൾ മറ്റുള്ള ബാക്ടീരിയാസ് ശരീരത്തിൽ കൂടുന്ന അകത്തേക്ക് പ്രവേശിക്കുന്നതിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് വജൈനയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ടും അവിടെ ആ ഒരു ഭാഗത്തും ചൊറിച്ചിലും ഡിസ്കംഫർട്ടും ഒക്കെ അനുഭവപ്പെടും കേട്ടോ. നിങ്ങൾ വജൈനയുടെ ഭാഗത്ത് മറ്റുള്ള കൂടുതൽ സ്മെല്ലുള്ള സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകാതിരിക്കുക. അതുപോലെ ചൊറിച്ചിലുണ്ടെങ്കിൽ ഡെറ്റോൾ ഒന്നും അധികം ഉപയോഗിച്ചിട്ട് നിങ്ങൾ അവിടെ ക്ലീൻ ചെയ്യാതിരിക്കുക കേട്ടോ. കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ഇന്റിമേറ്റ് ഹൈജീന്റെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുക. ഡോക്ടറുടെ റെക്കമെൻഡേഷനോട് കൂടി മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇന്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് ഒന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യവുമില്ല. നല്ലതുപോലെ വെള്ളം അടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി കഴിഞ്ഞാൽ ഈ ഡിസ്കംഫർട്ടൊക്കെ പലർക്കും മാറാറുണ്ട്. അങ്ങനെ അല്ലാത്തവർ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ച് വൃത്തിയാക്കുക കേട്ടോ. ഒരിക്കലും ഹെവി ആയിട്ടുള്ള ചൂട് നിങ്ങൾ ഉപയോഗിക്കരുത്. പിന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് പറയുക. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആകുന്ന സമയത്തും നിങ്ങൾക്ക് വജൈനയിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.